بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين وبعد. ബഹുമാന്യ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമുക്ക് നമ്മുടെ പഠന ദാവാ പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കാനുള്ള അവസരമൊരുങ്ങി എന്നത് വളരെ സ്തുത്യർഹമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇനിയും ഈ മേഖലയിൽ സമാധാനം നിലനിർത്തട്ടെ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് അമിക്കബിളായ ഒരു സൊല്യൂഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകർക്ക് നൽകുമാറാകട്ടെ. അതുമൂലം ലോകത്ത് തന്നെയുള്ള അസ്വസ്ഥത ഇല്ലാതാവുകയും എല്ലാവരും സമാധാന ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. നമ്മൾ റമദാനിന് മുമ്പ് നിർത്തിയതാണ്. റമദാനിന് ശേഷം തുടങ്ങുന്നു എന്നതല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഒരാഴ്ചയുടെ ഒരു ഗ്യാപ്പേ സ്വാഭാവികമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. സൂറത്ത്, ഒരു പുതിയ സൂറത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. സൂറത്ത് യാസീൻ. ഈ സൂറത്തിനെ കുറിച്ച് ചിലപ്പോൾ ഏതാണ്ട് മിക്കവാറും ആൾക്ക് അത് ബൈഹാർട്ടായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യാസീന് ഒരുപാട് പ്രത്യേകതകൾ ഇസ്ലാമിക ലോകം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഹദീസുകളും അസറുകളുമൊക്കെ ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത സൂചിപ്പിച്ചുകൊണ്ട് വാരിതായിട്ടുണ്ട്. പക്ഷേ ആധികാരികമായി ഒരു ഹദീസ് പോലും ഈ വിഷയത്തിൽ ആ ഹദീസ് ശാസ്ത്രപ്രകാരം കൃത്യമായി ഓഥൻറ്റിക്കായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും കാലാകാലങ്ങളിലുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരും സഹാബത്തുകളും ഒക്കെ ഈ ചാപ്റ്ററിലെ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ആ സൂറത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഈ സൂറ മക്കി സൂറയാണ്. മിഡിൽ മക്കൻ സൂറ എന്ന് പറയാം. 13 കൊല്ലാണല്ലോ മക്കത്തെ പ്രബോധന കാലഘട്ടം. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം, പകുതി ഭാഗം, അവസാന ഭാഗം എന്ന രീതിയിൽ തിരിച്ചാൽ ഇതൊരു മധ്യഭാഗത്താണ് ഈ സൂറ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൽ 83 ആയത്തുകളാണ് ഉള്ളത്, അല്ലേ? സുഹൃത്ത് നോക്കിയേ, ഖുർആനായിട്ട് പരിചയം വരട്ടെ. ആണല്ലേ? ഓക്കെ. നമുക്ക് ലഭ്യമായ പോപ്പുലർ ആയിട്ടുള്ള ഖുർആൻ മുസ്ഹഫുൽ കൂഫിയാണ്. 83 ആയത്തുകളായിട്ടാണ് ഉള്ളത്. 82 ആയത്തുകൾ ആയിട്ട് എണ്ണിയ മുസ്ഹഫുകളുണ്ട്. നമ്മുടെ ഈ ഏരിയയിലൊന്നുമില്ല, മറ്റു പല ഏരിയകളിലായിട്ട്.
ഉണ്ട്. അതായത് മുസ്ഹഫ് കൂഫി, മുസ്ഹഫ് മക്കി, മുസ്ഹഫ് മദനി, മുസ്ഹഫ് ബസരി, അങ്ങനെയൊക്കെ പല മുസ്ഹഫുകളുണ്ട്. അതിൽ ചില്ലറ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചില കൗണ്ടിങ്ങിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാം. ആയത്തുകൾക്കും അതിൻ്റെ ഹർഫുകൾക്കും എന്നുള്ള വ്യത്യാസമല്ല, ഇതിൻ്റെ എണ്ണവും ഒക്കെ പിന്നീട് ഇട്ടതാണല്ലോ. ഈ സൂറത്തിൽ 82 എന്ന അഭിപ്രായം വരുന്നത് യാസീൻ എന്ന 1-ാമത്തെ ആയത്തല്ലേ, നമ്പർ 1 ഇട്ടില്ലേ. അതിടാതെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഒന്നൊന്നിച്ച് പരിഗണിച്ച ചില മുസ്ഹഫുകളുണ്ട്. അതുകൊണ്ടപ്പോൾ ഒരു ആയത്തിൻ്റെ എണ്ണം കുറഞ്ഞില്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ട് ചില ആളുകൾക്ക് അപ്പോൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ. അതിലൊന്നും കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടില്ല. ആ നമ്പറിലുള്ള വിവിധ ആളുകൾ രേഖപ്പെടുത്തിയപ്പോൾ ഉണ്ടായ നമ്പറിലുള്ള വ്യത്യാസങ്ങൾ. ഇത് ഖത്ത് മാത്രമാണ്. റസ്മു ഉസ്മാനി എന്ന് പറയുന്ന മുസഫാണ് നമുക്കുള്ളത്. ബാക്കിയെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞ ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ഖുർആൻ ക്രോഡീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അപ്പോൾ റസ്മു ഉസ്മാനി മാത്രമാണ് നിലവിലുള്ളത്. ബാക്കി എല്ലാ രീതിയിലുള്ള എഴുത്തുകളും കത്തിച്ച് കളഞ്ഞിരിക്കുന്നു. ഉമർ ഖത്താബിൻ്റെ കാലത്ത് അദ്ദേഹമാണ് റസ്മു ഉസ്മാനി സ്ഥിരപ്പെടുത്തുകയും ബാക്കി ഇത്തരം ആളുകളുടെ നാട്ടിലെയും കൈപ്പടയുടെയും ഒക്കെ വ്യത്യാസം അനുസരിച്ചിട്ട് ഖുർആനിൽ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ വന്നപ്പോൾ അതൊക്കെ ഒരു ഇതിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുവന്നു. ബാക്കിയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അത് തന്നെ നിലവിലുള്ള സാധനം. ഈ പറഞ്ഞ സാധനം മുസ്ഹഫ് ക്രമീകരിക്കുന്നതിനുള്ള മുസ്ഹഫ് പുസ്തകം ക്രമീകരിക്കുന്നതിനുള്ള രൂപ പറഞ്ഞു. അതാണ് മുസ്ഹഫ് പറഞ്ഞ കൂഫി മുസ്ഹഫാണ് പോപ്പുലറായിട്ട് എല്ലാ സ്ഥലത്തും. അതാണ് മോസ്റ്റ് ഓതൻറ്റിക് ആയിട്ട്, എല്ലാം ഓതൻറ്റിക് തന്നെ, മോസ്റ്റ് അപ്രൂവ്ഡ് ആയിട്ട് കാണുന്ന മുസ്ഹഫ്. അതിൽ 83 ഇപ്പം എല്ലാവരും 83 എന്നാണ് പറയാം. അപ്പോൾ ഏതെങ്കിലും 82 എന്നൊരാൾ കൊണ്ടുവന്നിട്ട് കണ്ടോ നിങ്ങൾ മുസ്ഹഫിൽ തന്നെ ഒരു ചാപ്റ്ററിൽ 83 എന്ന് പറയുന്നുണ്ട്, സൂറത്ത് യാസീൻ 82 ഉള്ളൂ എന്ന് ഇയാൾ പറഞ്ഞു. ഒരായത്തേർ പോയി, സംശയമില്ലേ? അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തല്ലോ ആരെല്ലോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുക. പക്ഷേ എന്താ പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്പർ ഇടാതെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ യാതൊരു സംശയത്തിനും അവകാശമില്ല. ഈ സൂറത്തിൽ ഇതിൻ്റെ പ്രാധാന്യം കാലാകാലമായി സഹാബത്തുകളും പണ്ഡിതന്മാരും എല്ലാ പ്രമുഖ പണ്ഡിതന്മാരും ഈ വിഷയത്തെക്കുറിച്ചുള്ള സഹീഹായ ഹദീസ് അല്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ ആ ഹദീസുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറയാൻ. ഈ സഹീഹ് ലൈഫിൻ്റെ വിഷയങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ഒരു ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ചെറിയ കാര്യങ്ങൾ പറയാണ്ട് പോലെ ഈ ദഈഫായ ഹദീസാണ്, അത് നമ്മൾ എടുക്കാവതല്ല എന്ന ഒരു ധാരണ മൊത്തത്തിലുണ്ടല്ലോ. അത് പണ്ഡിതന്മാരുടെ വിശകലന പ്രകാരം അഖ്ദിയായ കാര്യങ്ങളിൽ ളുഅഫുള്ള ഒരു ഹദീസും സ്വീകാര്യമല്ല. അഖ്ദി എന്ന് വെച്ചാൽ വിശ്വാസപരമായ അഖീദപരമായ കാര്യങ്ങളിലുള്ള ദഈഫായ ഒരു ഹദീസും സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് എന്തെന്ന് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്നത് ദഈഫായ ഹദീസാണ്. പക്ഷേ അത് അഖീദയ്ക്ക് തൊടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ഇപ്പം ഈ സൂറത്ത് യാസീനെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ഹദീസുകളുണ്ട്. തിർമിദി ഉദ്ദേശിച്ച ഹദീസുകളുണ്ട്, പലരും ഇബ്നു അബ്ബാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതൊക്കെ ചില്ലറ കാര്യങ്ങൾ, ചില
മിസ്സിങ് വരുന്നതുകൊണ്ട് ഹദീസ് ശാസ്ത്രപ്രകാരം സഹീഹിൻ്റെ ഗണത്തിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടത് സ്വീകാര്യമല്ല എന്നുള്ളതല്ല. അത് മാത്രമല്ല, ഈ ഹദീസ് കാറ്റഗറൈസ് ചെയ്തതിൽ ലൈഫ് എന്ന് ജനറലി പറയുമ്പോൾ ചില സമയത്ത് പിന്നെ സഹാബത്ത് റസൂലുള്ളാഹിയായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലത്താണ് ലിങ്ക് പോയതെങ്കിൽ അത് വളരെ ഗുരുതരമായ വിഷയമാണ്. അവിടെ ഓരോ ആളുകളെയും ഇതിൻ്റെ സീരീസിലുള്ള ആളുകളെയൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹദീസ് ശാസ്ത്രങ്ങൾ. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പോയാൽ അത് ചിലപ്പം ഒരു കൺഫ്യൂഷൻ ആണ്. പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ ലഈഫ് ആയ ഹദീസുകൾ ഏത് തരത്തിലുള്ള ആട്ടെ, അത് ഈ കർമ്മപരമായ കാര്യങ്ങൾക്ക് അതിൻ്റെ കണ്ടൻറ്റും മറ്റു സാഹചര്യ അല്ലെങ്കിൽ മറ്റു അനുബന്ധ വിവരങ്ങളും വിജ്ഞാനങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ അത് നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാം, സ്വീകാര്യത ഉള്ളതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ മൊത്തത്തിലുള്ള ഒരു നിലപാട്. പക്ഷേ കട്ടൻ ഡ്രൈ ആയിട്ട് ലൈഫുണ്ടോ ദുഅഫുണ്ടോ അഖദിയായ അഖീദ വിഷയങ്ങളിൽ എടുക്കാവുന്നതല്ല. കാരണം ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് കൃത്യമായി അതിനൊരു പ്രത്യേകിച്ചൊരു ആട്ടവും അനക്കവും ഇല്ലാത്ത രീതിയിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ കൃത്യമായിട്ട് വന്നതാണ്. അവിടെ പിന്നെ രണ്ടഭിപ്രായം ഇല്ല. ഈ വിഷയങ്ങൾക്കൊന്നും രണ്ടഭിപ്രായം ഉണ്ടാകാനുള്ള യാതൊരു വകുപ്പുമില്ല. അതേസമയത്ത് ചെയ്യുന്ന കാര്യങ്ങളുള്ള കർമ്മപരമായ കാര്യങ്ങളിൽ വിവിധ രീതിയിൽ ആളുകൾ നോക്കിക്കാണുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നവരുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളുണ്ടാവാം. ആ വ്യത്യാസങ്ങൾ അതിൻ്റേതായ ബഹുമാനത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ശരിയായ. ഈ സൂറത്തിൽ ഇതിന് പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൂറത്തിന് ഖൽബുൽ ഖുർആൻ എന്ന പേരാണ് പ്രസിദ്ധമായിട്ടുള്ളൊരു പേര്. ഖൽബുൽ ഖുർആൻ. ആ പേരിന് പലതരത്തിലുള്ള ഹദീസുകളിലൂടെയും വന്നതാണത്, ഖൽബുൽ ഖുർആൻ. അങ്ങനെ ഖൽബുൽ ഖുർആൻ എന്ന് പറയാൻ, ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പോയിൻ്റ് ആണല്ലോ, അടിസ്ഥാനപരമായൊരു കാര്യം. പറയാനുള്ള കാരണം, ഈ സൂറത്തിൽ നിങ്ങൾ നോട്ട്സിൽ കാണുന്ന പോലെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇത് മൂന്നും കൃത്യമായിട്ട് ഈ സൂറത്തിലുണ്ട്. അതാണല്ലോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഇത് മൂന്നും കൃത്യമായി ഈ സൂറത്തിൽ വളരെ ഗൗരവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെയാവാം ഈ സൂറ പലതരത്തിലുള്ള ഹദീസുകൾ ലഖിനു മൗതാക്കും യാസീൻ ഹദീസാണ്. നിങ്ങളെ മരണമാസന്നമായവർക്ക് നിങ്ങൾ യാസീൻ പാരായണം ചെയ്തു കൊടുക്കുക. എന്തായിരിക്കും എൻ്റെ കാര്യം? കാരണം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, നമ്മൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇത് കേൾക്കുന്നവരും ഈ പറയുന്ന ആൾക്ക് ഇത് കേട്ടിട്ട് അതിൻ്റെ ആ ഒരു വൈജ്ഞാനികമായ ഇഫക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല കാലത്ത്, ജീവിതകാലത്ത് ഇത് പഠിച്ചു വെക്കണ്ടേ? ഈ ഖുർആൻ വെറും കാണാപ്പാഠം പഠിച്ച് ബർക്കത്തിന് വേണ്ടി ഓതി ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കിത് കേട്ടിട്ട് ഇതിന് വലിയ എഫക്റ്റുണ്ട്. ഏറ്റവും അനിവാര്യമായ ഒരു സിറ്റുവേഷനിലാണ് ഇത് നമ്മൾ പഠിച്ച് അതിൻ്റെ ആയത്തുകളിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്കിങ്ങനെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മളൊരു മരണമാസന്നമായ, അള്ളാഹു ആയുസ് നിർത്തിത്തട്ടെ, മരണമാസന്നമായ ഒരവസ്ഥയിൽ ഈ
ഖുർആൻ യാസീൻ ഓതപ്പെട്ടാൽ, ഇപ്പോൾ ലക്കിനും അലാ മൗത്താക്കും യാസീൻ എന്ന് പറഞ്ഞല്ലോ, അത് ഹദീസ് ദഈഫാണ് കേട്ടോ. പക്ഷേ അതുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും അത് എടുത്തു പറയുകയും അതുകൊണ്ട് അമൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് ഇതിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രാധാന്യവും അതുമായി യോജിക്കുന്നു എന്നതാണ് അതിൻ്റെ കാര്യം. അപ്പം അത് പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു മീനിങ്ങിൻ്റെ എഫക്റ്റ്, ആ സെൻസ് നമുക്ക് പകർന്നു കിട്ടണമെങ്കിൽ നമ്മൾ വിജ്ഞാനമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം. ഖുർആൻ എന്നത് തന്നെ നമുക്ക് വെറുതെ ഇങ്ങനെ ഓതി തീർക്കാനുള്ള സാധനമല്ല. അത് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാർഗദർശനമാണ്. ഇന്ന ഹാദൽ ഖുർആന, പറയൂ യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഖുർആൻ ഏറ്റവും ശരിയായ ഋജുവായ മാർഗത്തിലേക്ക് വഴി നടത്തുന്നു. അതാണ് ഖുർആൻ. അപ്പോൾ ഏറ്റവും ശരിയായ മാർഗത്തിൽ നമ്മളെ ഇമാമായിട്ട് ഖുർആൻ വേണമെങ്കിൽ നമ്മളത് ഇമാമായി സ്വീകരിക്കണം. ഇമാമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമ് പറയുന്നത് നമുക്ക് മനസ്സിലാവണം, അതനുസരിച്ച് ജീവിക്കണ്ടേ. അപ്പോൾ ഇമാം എന്താണ് നമ്മളോട് പറയുന്നത് എന്നത് മനസ്സിലാക്കാൻ ഉള്ള വിവരം ഓരോ മുസ്ലിമും നേടിയിരിക്കണം എന്നർത്ഥം. അപ്പം നമ്മൾ കൂടുതൽ പഠിതാക്കളാണ്, പല കാലങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് വസിയത്ത് ചെയ്യാൻ, എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യാനുള്ളത്, ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു പ്രാവശ്യമെങ്കിലും അർത്ഥസഹിതം ഒന്ന് വായിച്ചു തീർക്കാനെങ്കിലുള്ള ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം. അതിന് നമ്മൾ സമയം, ഇപ്പോൾ റമദാൻ കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത റമദാൻ ആകുമ്പോഴത്തേക്കൊക്കെ സെറ്റ് ചെയ്യാൻ സമയം, ഒരു ദിവസം ഇപ്പോൾ സൂറത്ത്, ഇപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീർ സോഫ്റ്റ്വെയർ ലഭ്യമാണ്, കിതാബ് നോക്കിപ്പെട്ട ആവശ്യമില്ല, അത് ഡൗൺലോഡ് ചെയ്യാം, ഫോണിൽ കിട്ടും, ലാപ്ടോപ്പ് കിട്ടും, ബലങ്ങനമാണെങ്കിൽ വലിയ സ്ക്രീനിൽ കാണാം, എല്ലാം ചെയ്യാം. ഒരു ദിവസം ഒരായത്ത് അല്ലെങ്കിൽ ഓരോരുത്തർ കപ്പാസിറ്റി അനുസരിച്ച് വായിച്ചു പോവുക. അതിൻ്റെ ഗഹനമായ ലിംഗ്വിസ്റ്റിക്കൽ കാര്യങ്ങളൊന്നും പഠിക്കണ്ട. നമുക്ക് ഖുർആൻ ക്ലാസ്സിലൂടെ നമ്മൾ കുറച്ച് പഠിക്കുന്ന നേരം ബാക്കി കാര്യങ്ങൾ പഠിച്ചോളും. വായിച്ച് തീർക്കാൻ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നതിനെ കുറിച്ചുള്ളത്, പടച്ചവൻ്റെ മുമ്പിൽ സമാധാനം പറയാൻ. ഇമാമാണ് ഖുർആനാണ് എൻ്റെ ഇമാമ് നമുക്ക് പറയണമെങ്കിൽ നമ്മുടെ നായകൻ ഖുർആനായി മാറണ്ടേ. നമ്മൾ എത്രമാത്രം നമ്മൾ ഖുർആനായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കാരണം ഖുർആനുമായുള്ള ബന്ധമനുസരിച്ചാണ് കാര്യങ്ങൾ. ഓരോ വിഷയത്തിൽ ഖുർആൻ എന്തു പറയുന്നു, എന്താണ് ഖുർആൻ്റെ കാഴ്ചപ്പാട്, അതനുസരിച്ചാണ് എൻ്റെ ഇതെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു തെളിവ് വേണം. തെളിവ് എന്ന് പറഞ്ഞാൽ തെളിച്ചം, ക്ലാരിറ്റി വേണം. അപ്പോൾ അതിന് അവിടെ സാന്ദർഭികമായി പറഞ്ഞാണ് ഖുർആൻ്റെ അർത്ഥം പഠിക്കാനുള്ള അവസ്ഥ വേണം. ഇവിടെ സൂറത്ത് യാസീൻ നമുക്ക് ആരെങ്കിലും ഓതി കേൾപ്പിക്കപ്പെട്ടാൽ തന്നെ അതിൻ്റെ സെൻസ് ഉൾക്കൊള്ളാൻ മരണ ആസന്നത്തിൽ സാധിച്ചാൽ വളരെ നല്ലതാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇസ്ലാമും പ്രത്യയശാസ്ത്രവും നമ്മൾ പോകാനിരിക്കുന്ന അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചും റിസാലത്തിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു റിമൈൻഡർ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അതനുസരിച്ച് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് വലിയ അസറുണ്ടാക്കുന്നൊരു വിഷയമാണ്. ആ രീതിയിൽ നമുക്കത് കിട്ടണമെങ്കിൽ നമ്മളും പഠിക്കണം. അതുകൊണ്ടാണ് യാസീൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗൗരവത്തന്നെ ആയിക്കോട്ടെ നമ്മുടെ യാസീൻ പഠനം എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കാം. അപ്പം ഞാൻ മലയാളത്തിലെ സ്ക്രിപ്റ്റ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് അമാനി മൗലവിൻ്റെ തഫ്സീറിൽ നിന്നാണ്. എന്താണ് പറഞ്ഞത്? വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ, ഇത്ര ചെറുങ്ങനെ ഉണ്ടാക്കരുത്. ഖിയാമത്ത് നാളിനെ കാണുന്നതാ, അതിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെയും കുറിച്ച് ഈ അധ്യായത്തിൽ കൂടുതൽ വിവരിച്ചതുകൊണ്ടാണ്
ഇതിന് ഖുർആനിൻ്റെ ഹൃദയം ഖൽബുൽ ഖുർആൻ എന്ന് പേര് വിളിച്ചിരിക്കുന്നത് എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ പ്രസ്താവിച്ചിരിക്കുന്നു എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ വെറുതെ എടുത്തു വെച്ചാൽ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പറഞ്ഞതിൽ ഒരു ഇമാം ഗസാലി പ്രസ്താവിച്ചിരിക്കുന്നേ ഉള്ളൂ കാര്യത്തിൽ ആ ആശയം. പക്ഷേ പല പണ്ഡിതന്മാരും ഇബ്നുൽ ഖയ്യിം അൽ ജൗസി ദേശമുള്ള കോട്ടിങ് കാണുമോ പറഞ്ഞ പ്രധാന പണ്ഡിതന്മാരൊക്കെ ഈ വിഷയം കോട്ട് ചെയ്തിട്ടുണ്ട്. ഖൽബുൽ ഖുർആനാണ് പിന്നെ ഈ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ. പക്ഷേ ആധികാരികത ഇല്ലെങ്കിലും അതൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ആ വിഷയം ചർച്ച ചെയ്തു. മുൻകാല പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് ആ രീതിയിൽ തന്നെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹവും ആ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതാണ്. അതായത് അദ്ദേഹം ഹദീസ് പറഞ്ഞതല്ല. അദ്ദേഹം പറഞ്ഞ ഈ വിഷയത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്തെന്ന് ഈ ചുവന്ന മഷീൽ എഴുതിയിരിക്കുന്നത്. ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബൻ വഖൽബുൽ ഖുർആൻ യാസീൻ. അതൊരു ഹദീസ് കോട്ടിങ് ആയിട്ട് വന്ന ഒരു ലൈഫായ സംഗതി തന്നെ. അദ്ദേഹം അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഹദീസ് എന്താണ്? ലൈഫാണ്. പക്ഷേ ഒരാശയം അതിൻ്റെ കണ്ടൻറ്റുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയത്തെ പഠിതാക്കൾ എന്ന നിലക്ക് നമ്മളത് മുഖവിലേക്ക് എടുക്കുമെന്ന് അർത്ഥം. ഇമാം ഗസാലി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ് ഇത്. വലികുല്ലി ഷൈഇൻ ലുബ് വലുബ്ബുൽ ഖുർആനി മശ്തമല അലാ മഅരിഫത്തില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്താ എല്ലാ ഓരോന്നിനും ഒരു കാമ്പുണ്ട്, ഒരു കോറുണ്ടാവും. എന്ത് സാധനം അതിനൊരു ലുബുണ്ടാവും. വലുബ്ബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ലുബ് മശ്തമല അലാ മഅരിഫത്തില്ലാഹി ഫിൽ യൗമിൽ ആഖിർ വൽ യൗമിൽ ആഖിർ. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ യൗമുൽ ആഖിറിനെ കുറിച്ചുള്ള അറിവ്. ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ അതിൽ പ്രധാനപ്പെട്ട 2 തന്നെ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലേ? ഒരുപാട് ഹദീസുകൾ കേട്ടില്ല നിങ്ങൾ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അതിൻ്റെ ഇടക്കുള്ളലുണ്ട്. പക്ഷേ ഇത് രണ്ടും അതിൽ പ്രധാനപ്പെട്ട തൂണുകൾ. അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കാതാണ്. പടച്ചോനെ ബോധ്യം ഉണ്ടാവുക, പടച്ചോൻ പരലോകത്ത് നമ്മൾ കാണേണ്ടി വരും, ആ വിചാരണ പ്രക്രിയയെക്കുറിച്ചും. ഇത് അതിലേക്ക് അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ 2 വിശ്വാസവും ഈ അധ്യായത്തിൽ വളരെ ഗൗരവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് ഖൽബുൽ ഖുർആൻ എന്ന ഈ വിഷയത്തിൽ പേര് വന്നിട്ടുള്ളത്. ഓക്കെ. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വഖൽബുൽ ഖുർആൻ ഹുവ മാ ജമഅ ഉസൂലുൽ ഈമാൻ മിൻ മഅരിഫത്തില്ലാഹി വൽ മആദ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി പ്രധാന പണ്ഡിതന്മാരാണ്. ഇതൊക്കെ വിഷയങ്ങൾ അപഗ്രഥിക്കുന്ന ആൾക്കാരാണ്. ഖൽബുൽ ഖുർആൻ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: വ മാ ജമഅ ഉസൂലുൽ ഈമാൻ, ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മഅരിഫത്തില്ലാഹി വൽ മആദ്, മആദ് എന്നാൽ മടക്കം, ആഖിർ യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അന്തിമ സങ്കേതം. ഓക്കെ. ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഖുർത്തുബി ഇമാമും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു, ഖാല നബിയു ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ വഖൽബുൽ ഖുർആനി യാസീൻ. അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ അതിനദ്ദേഹം പറയുന്ന കോട്ടിങ് എന്താ അറിയോ? അത് ഹദീസായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഹദീസുകൾക്ക് ലൈഫാണ് പറഞ്ഞത്. ഖീല ലിഅന്നഹാ തളമ്മനത് ഉസൂലുദ്ദീൻ. കാരണം അതിൽ ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്താ ഉസൂലുദ്ദീൻ? ഉസൂലുദ്ദീൻ വൽ ബഅ്സു വൻ നുശൂർ. അടിസ്ഥാന ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതുപോലെ തന്നെ പുനരുത്ഥാനം, അതുപോലെ തന്നെ മടക്കം, ഇതൊക്കെ അതിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്.
ഇനി നമുക്ക് സൂറത്തിൻ്റെ പേര് നമ്മൾ തുടങ്ങാം. പേരിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം സൂറത്ത് യാസീൻ എന്ന് പറഞ്ഞാൽ ഖൽബുൽ ഖുർആൻ എന്ന പേര് അതിന് കാലാകാലമായി പണ്ഡിതന്മാർ പതിച്ചു നൽകിയ പേരാണ്. അതിൻ്റെ ഹദീസിൻ്റെ പ്രാമാണികതയാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും അതിൻ്റെ പ്രാധാന്യത്തെ കുറയ്ക്കുന്നില്ല എന്നർത്ഥം. കാരണം അതിലെ കണ്ടൻറ്റ് അതേ രൂപത്തിലാണ്. നമ്മൾ ഖുർആനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ, അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സൂറ യാസീൻ ആദ്യത്തെ അതിനെക്കുറിച്ചൊരു ധാരണ കൂടി തരാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ഭാഗം പ്രവാചകത്വം സ്ഥിരീകരിക്കുന്നതാണ്, റിസാലത്ത് സ്ഥിരീകരിക്കുന്നതാണ്. ഇബ്രാഹിം നബിക്ക് ശേഷം മക്കയിൽ ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതായത് ഒരു 700 കൊല്ലത്തിലധികം ഗ്യാപ്പുണ്ട്. ബാക്കി പരമ്പരകൾ പ്രവാചകന്മാർ മുഴുവൻ വന്നത് മറ്റു രാജ്യങ്ങളിലാണ്. കൂഫ, ബസറ, യമൻ, ഇറാഖ് തുടങ്ങി ഈജിപ്ത്, ഈ ഭാഗത്തൊക്കെയാണ് പ്രവാചകന്മാരുടെ പെരുമഴ സംഭവിച്ചിരിക്കുന്നത്. മക്കയിൽ ഇബ്രാഹിം നബി ആണല്ലോ കാബയുമായി ബന്ധപ്പെട്ടിട്ട് കാബ പുനർനിർമ്മാണം നടത്തിയതും ഹാജറ ബീവിൻ്റെ സംഭവമൊക്കെ അറിയാം. അതിനുശേഷം പിന്നെ അവിടെ ഒരു പ്രവാചകനുണ്ട്. അതുകൊണ്ട് തന്നെ കാലപ്പഴക്കം കൊണ്ട് ജനങ്ങൾ അത്രയും ദുഷിച്ച് ആ ബിംബാരാധനയും മറ്റു സദാചാരപരമായ അധപ്പതനവും എല്ലാ തരത്തിലും ഒരു മനുഷ്യന്മാർക്ക് എത്ര അധപ്പതിക്കാൻ പറ്റുമോ അത്രയും അധപ്പതിച്ചൊരു സമൂഹമാണ് ആയിരുന്നു ആ അവസ്ഥ. അപ്പോൾ അവിടെ അതാണ് ഒരു പശ്ചാത്തലം. പിന്നെ അതിൻ്റെ അടുത്ത പേജിൽ മറ്റു പ്രവാചകന്മാരുടെ കഥകളേക്കാൾ ഒരു സമൂഹത്തിന് 3 പ്രവാചകന്മാർ ഒന്നിച്ചല്ലാഹു അയച്ചു. അവർ 3 പേരും പ്രബോധനം ചെയ്തു. എന്നിട്ടും ആളുകൾ അവരെ നിഷേധികളായി മാറി, ആരും അംഗീകരിച്ചില്ല. അങ്ങനെ ഒരു അനുയായിയായ ഒരാൾ വന്ന് പിന്നെയും പ്രബോധനം നടത്തി. ആ ഒരു സംഭവ കഥയാണ് അവിടെ പിന്നെ ആ സൂറത്തിൽ രണ്ടാമത്തെ ഭാഗത്തുള്ളത്. പിന്നെ പ്രവാചകത്തെക്കുറിച്ചും പിന്നെ പരലോകത്തെക്കുറിച്ചുമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ആ ദാവത്തിന് വന്ന ആ ആളൻ, സാധാരണക്കാരനായ ആളെ 3 പ്രവാചകന്മാരെ അവർ തച്ചു കൊന്നു. അയാൾക്ക് വേണ്ടി വാദിക്കാൻ വന്ന ഒരു സാധാരണക്കാരനായ ദായി അദ്ദേഹത്തെ ഇവർ കൊന്നു കെട്ടി തൂക്കി. അപ്പം അദ്ദേഹം മരിച്ച ഉടനെ തന്നെ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹു ഖുർആനിലൂടെ അതിൽ പറയുന്നുണ്ട്. അവരോട് പറയപ്പെടുന്നു, ഖീല ദുഖുലുൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഇവരെല്ലാം കൂടിയും അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇദ്ദേഹം ഷഹീദായി ഉടനെ അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയല്ലോ. അദ്ദേഹം അപ്പോഴും ഗുണകാംശപരമായിട്ടാണ് ഇവരോട്, ഈ ആളുകളോട്, ഈ പ്രവാചകന്മാർ പറയുന്ന തത്വശാസ്ത്രം നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം
അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ദഅവത്ത് ചെയ്തതിൽ ഇയാളെ കൂടി തച്ചു വന്നപ്പം ആ മരിച്ച അവസ്ഥയിൽ അദ്ദേഹം പരലോകത്തേക്ക് പോകാണല്ലോ. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ഈ ജനങ്ങൾ ഇത് അറിയുന്നില്ലല്ലോ, എനിക്ക് അള്ളാഹു നൽകിയ ഫദ്ലത്തെയാണ്, എന്നെ അള്ളാഹു ഏത് രൂപത്തിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഈ പാവപ്പെട്ടവർ അറിയുന്നില്ലല്ലോ എന്നാണ് ഈ തച്ചു വന്ന ആളോട് ഇവരുടെ ഗുണകാംക്ഷയെക്കുറിച്ച് ആണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ അദ്ദേഹം പറയുമെന്ന് പറഞ്ഞ കോട്ടിങ്ങാണ് അതിൽ ഉള്ളത്. അങ്ങനെ പിന്നെ പരലോകത്തേക്കാണ് ആ വിഷയം പോകുന്നത്. പരലോകത്തിൻ്റെ ഒരു നേർചിത്രീകരണം, പിന്നെ കുറേ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ പിന്നെ സ്ഥിരീകരിക്കുന്ന കുറേ തൗഹീദി കാര്യങ്ങൾ ഒക്കെയാണ് അതിൻ്റെ അടുത്ത ഭാഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സൂറത്ത് യാസീൻ തുടങ്ങിയാൽ അത് നമുക്ക് ഒരു 4-5 ആയത്ത് നമുക്ക് പാരായണം ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വാക്കർത്ഥത്തിലേക്ക് കടക്കാം. ശരി, എന്നാലും തയ്യാറായിക്കോളൂ ഓതാൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. അവിടെ കട്ടെ ഒന്നുകൂടെ ഓതാം. യാസീൻ والقرآن الحكيم إنك لمن المرسلين على صراط مستقيم 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 تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. ഈ റാ മഫ്തൂഹായിട്ടുള്ളത് റോ എന്ന് പറയാൻ ശ്രമിക്കാം. لتنذر قوما ما أنذر okay. لتنذر قوما ما أنذر آباؤهم
ذكروهم فهم غافلون. അപ്പം യാസീൻ ഹുറൂഫ് മുഖത്തഅത്ത് എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ഹുറൂഫ് മുഖത്തഅത്ത് എന്താണ്? മുറിഞ്ഞ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയില്ലേ. മുഖത്തഅത്ത് എന്ന് പറഞ്ഞാൽ വേറെ വേറെയുള്ള അക്ഷരങ്ങൾ, ഡിസ്ജോയിൻറ്റഡ് ലെറ്റേഴ്സ് എന്ന് പറയും. ഒരുപാട് ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ തുടങ്ങുന്ന സൂറത്തുകളുണ്ടല്ലോ, നമുക്കറിയാലോ അല്ലേ? ഓരോന്ന് പറഞ്ഞ അലിഫ് ലാം മീം. ആ മേലെ നീ പോയിട്ട് ഇങ്ങോട്ട് അതിനടക്കം എന്തെല്ലാം ഉണ്ട്? അലിഫ് ലാം മീം കാഫ് ഹാ യാ ഐൻ സ്വാദ് അല്ലേ? മീം റോ ഇങ്ങനെ ഉണ്ട് കുറേ അല്ലേ? ഇതൊക്കെ അക്ഷരങ്ങളാണ്. അതിൻ്റെ തഫ്സീർ എന്താണ്? അങ്ങനെ പറഞ്ഞു. അർത്ഥം അള്ളാഹുവിനറിയാം. അർത്ഥമില്ലാത്ത സംഗതിയും ഖുർആനിലുണ്ടാകാൻ പാടില്ല അല്ലേ? അള്ളാഹു ആലം. അതതിൻ്റെ അർത്ഥം, യഥാർത്ഥ അർത്ഥം വിശദീകരിക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല എന്നല്ല. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് നമ്മൾ ബോധമുള്ളവരും പറഞ്ഞു പോകുന്നത് തന്നെയാണ് അർത്ഥമില്ല. കാരണം അർത്ഥമില്ലാത്ത വാക്കാണല്ലോ. അക്ഷരങ്ങൾ പറഞ്ഞാൽ പിന്നെ അർത്ഥമില്ല. അർത്ഥം പോകണമെങ്കിൽ കൂട്ടി യോജിപ്പിച്ചാണെങ്കിൽ അർത്ഥം കിട്ടുമ്പോഴാണല്ലോ അർത്ഥം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹിൻ്റെ കലാമാണ്. എന്താ പറയുക? അള്ളാഹു ആലം. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് അള്ളാഹു ആലം. അതാണ് ഒന്നാമത്തെ അർത്ഥം. പിന്നെ സഹാബികളും പണ്ഡിതന്മാരും ഒക്കെ ഓരോ ഇത്തരം ഡിസ്ജോയിൻറ്റഡ് ലെറ്റേഴ്സിന്, മുഖത്തഅത്തിന് സാന്ദർഭികമായി പലതരത്തിലുള്ള അർത്ഥങ്ങളും കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ അവരുടെ അതിൻ്റെ ഒരു ഇൽമിലൂടെയും സാഹചര്യത്തിലൂടെയും പ്രതിപാദ്യത കണ്ടൻറ്റിലൂടെയും ഒക്കെ അവർ നൽകുന്ന കുറേ വ്യാഖ്യാനങ്ങൾ, അത് നമ്മൾ പഠിതാക്കൾ എന്ന നിലക്ക് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥകൽപ്പന നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ അതിലിങ്ങനെ വലിയ വ്യവസ്ഥാപിതമായിട്ടൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു വെക്കുന്നതാണ്. കണ്ടങ്ങളെ ഹുറൂഫുൽ മുഖത്തഅ ചെയ്യണ്ടല്ലേ? ഇത് പിന്നെ ഖുർആനിലെ ഈ ശബ്ദങ്ങൾ മൊത്തത്തിൽ മുഖത്തഅത്തുകൾ ഒരു വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇതെല്ലാം ഒരു ആയത്തായിട്ട് നമ്മൾ അനുകരിക്കുന്നത്. ഖുർആനിലെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തങ്ങളാണ്. അത് ഖുർആനിൻ്റെ അമാനുഷികതയെ ആണത് സൂചിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒന്നാമത്തെ ഒരു നിർവചനമായിട്ട് പറയാനുള്ളത്. ഇവിടെ സൂറത്ത് യാസീൻ എന്ന പദം, അതിന് പണ്ഡിതന്മാർ പറഞ്ഞ കൂട്ടത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞതിൽ യാ എന്നുള്ളത് ഒരു വിളിയുടെ സ്വരമാണ്. സീൻ എന്നത് ഇൻസാൻ, മനുഷ്യ. ഈ മനുഷ്യ എന്നായിരിക്കാം അതിൻ്റെ ഒരു പൊരുൾ എന്ന് പലരും പല അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ വളരെ അംഗീകൃതമായ ഒരു അഭിപ്രായമാണ് തന്നെ യാസീൻ എന്ന് പറഞ്ഞാൽ യാ ഇൻസാൻ എന്നാണ് അതിൻ്റെ അർത്ഥകൽപ്പന എന്ന്
ആയിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഇത് ബന്ധപ്പെട്ട് കുറേ അധികം ആധികാരികമല്ലാത്ത കുറേ കാര്യങ്ങൾ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പല സ്ഥലത്തും പാട്ടിലും കാടും കേൾക്കാം അല്ലേ അല്ലേ? അങ്ങനെ കേൾക്കാം. അതൊക്കെ അങ്ങനെ പലതായിട്ട് വന്നു. എന്തായാലും അതിന് വലിയ പ്രത്യേകിച്ച് ആധികാരികത ഒന്നുമില്ലാതെ ഇങ്ങനെ പലതായിട്ട് വന്ന എന്തിൻ്റെ യാസീൻ്റെ ഇനി സാമാന്യ തീട്ടം. സാമാന്യം പണി യാ അലിഫുള്ള യാ, അതെന്താണ്? ഒരക്ഷരത്തിൻ്റെ നീട്ടം. സീൻ എന്നുള്ള അക്ഷരത്തിൻ്റെ പേര്. അപ്പം അതിന് നീട്ടം വരുന്നതാണ് വഖഫ് ചെയ്യുന്നത് കൊണ്ട് മദ് ആരിൽ സുക്കൂൻ അതിന് തജ്വീദിലെ. അതുകൊണ്ട് അതിനാണ് 6 ഖദർ നീട്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും യാസീൻ എന്നാണ്. അത് കൂട്ടിയതാണെങ്കിലോ അടയാൾ നിർത്തുന്നില്ല, അപ്പോൾ ആ നീട്ടുണ്ടാവില്ല. എന്താണ്ടോ യാസീൻ വൽ ഖുർആനിൽ ഹകീം എന്നാവുള്ളൂ. ഒരായത്ത് അവിടെ നിർത്തുകയാണെങ്കിൽ, അതായത് അടുത്ത ആയത്ത് കണ്ടില്ലേ, വൽ ഖുർആനിൽ ഹകീം. എന്താണ് ഹകീം എന്നുള്ള ഇടത്തിൽ മദ്ദൊന്നുമില്ല, പക്ഷെ മദ് ഉണ്ടെന്താണ്? മദ് ആരിൽ സുക്കൂൻ എന്നാണ് പറയുക. സുക്കൂനിലേക്ക് അവസാനിക്കുന്ന തൊട്ട് മുമ്പുള്ള സാമാന്യ ദീർഘം വലിയ ദീർഘമായി മാറും. അത് എല്ലാ സൂറത്തിൻ്റെ അവസാനം കാണാം. എല്ലാ സൂറത്തിൻ്റെ അവസാനം നമ്മൾ നീട്ടുന്നതിനാ ഇങ്ങനെ സുക്കൂൻ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്. അതേ സമയത്ത് ആ ആയത്ത് കൂടെ കൂട്ടി അടുത്ത ആയത്തിലേക്ക് പോകുന്നെങ്കിൽ ആ മദ് ഇല്ലാതാവും. അപ്പം അങ്ങനെ ഓതുക വൽ ഖുർആനിൽ ഹകീമി ഇന്നക ലമിനൽ മുർസലീൻ. അപ്പോൾ ഹകീം എന്ന് പറയുന്ന ദീർഘം പോയോ? അപ്പോൾ ദീർഘം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് സീൻ്റെ മദ്. യാക്ക് സാമാന്യ ദീർഘവും സീൻ സുക്കൂനിൽ അവസാനിക്കുന്നതുകൊണ്ട് ദീർഘം കൂടുകയും ചെയ്യണം. ക്ലിയർ അല്ലേ? യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഓക്കെ, യാസീൻ. അപ്പോൾ അതാണ് യാസീൻ. മുഖത്ത അക്ഷരങ്ങളാണ്. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അള്ളാഹുവിനാണ് അറിയാം. അള്ളാഹു ആലം ബി മുറാദിഹി ബി മഅന എന്നൊക്കെ പറയാം. അതിൻ്റെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രം അറിയാവുന്നതാണ്. എന്നാലും ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളതും നമ്മളെ വിജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കാം. അപ്പം വൽ ഖുർആനിൽ ഹകീം എന്നാണ് അടുത്തത്. എന്താണ് ഈ വാവ്? എന്താണ് ഈ വാവ്? വാവ് വാവ് സത്യം. അള്ളാഹു സത്യം ചെയ്യാൻ എത്ര സത്യം നമ്മൾ പഠിച്ചില്ലേ? വശംസി വദുഹാഹാ വൽ ഖമരി വാവ് അല്ലേ, വദ്ദുഹാ വൽ ലൈലി അല്ലേ, അങ്ങനെ ഒരുപാടല്ലേ. വത്തീനി വസ്സൈതൂൻ അങ്ങനെ പോകുന്നു. നോക്കിയാൽ ഒരുപാട് കാണാം. സത്യം ചെയ്യലാണ് ഇവിടെ. അള്ളാഹു സത്യം ചെയ്യാണ്. എന്തിനാ? ഖുർആനെ സത്യം ചെയ്യാം. അപ്പം സത്യം എന്നത് ഹലിഫ്. ഹലിഫു ബി ഗൈരില്ലാഹി ശിർക്കുൻ എന്നല്ലേ? അള്ളാഹുവിനല്ലാത്ത പോലെ സത്യം ചെയ്താൽ ഷിർക്കാണ്. അള്ളാഹ് അല്ലാത്ത ആരെ സത്യം ചെയ്താൽ മൻ ഹലഫ ബി ഗൈരില്ലാഹി വഖദ് അശ്റക്കാണ് ഹദീസ്, സഹിഹ ഹദീസ്. അള്ളാഹ് അല്ലാത്ത ആരെ എന്തിനെ വിളിച്ച് സത്യം ചെയ്താലും ഷിർക്കാണ്. കാരണം സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവാണ്. എന്താണ് സത്യം എന്ന് പറഞ്ഞാൽ? എന്താ? പ്രൂവ് അവർ ഇന്നസെൻസ് അല്ലേ? നമ്മൾ പറയുന്നത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു അവസ്ഥയുമില്ല എങ്കിൽ നിർബന്ധിത അവസ്ഥയിൽ ചെയ്യേണ്ട പണിയാണെന്ന്. വല്ലാഹി വാവ് ഇല്ലാണ്, കസമിൻ്റെ വാവ് എന്നാ പറയാം. വാവുൽ കസം വല്ലാഹി എന്നാ പറയാം.
അത് ചെയ്യാൻ ദുസ്വഭാവമാണ്. ആ അത് വലിയൊരു ശൈലിയാണ്, വല്ലത് അത് അള്ളാഹ് എന്നോട് ഉദ്ദേശിക്കുന്നില്ലേ, അത് ഈ അള്ളാഹ് എന്ന് പറഞ്ഞാൽ മതിയാണ്. ഒരു ഞാൻ ചോദിച്ചു ഈ അള്ളാഹിനെ കൊണ്ട് അതിൽ അള്ള ഇല്ല, അതൊരു ശബ്ദമാണ് ഇല ഇല. ചില ആളുകൾ ഇല എന്നാ പറയുക, ആ ഒരു ശബ്ദം മാത്രം, അതിൽ അള്ള ഇല്ല എന്ന് പറയും. പിന്നെ അതിങ്ങനെ അത് ആ ഭാഷക്കാരായതുകൊണ്ട് അതിലുണ്ടായ ഉരുത്തിരിഞ്ഞ് വന്നൊരു സംഭവമാണ്. ഏതായാലും അത് അതിൻ്റെ വിഷയം അപഗ്രഥിച്ച് പറയുമ്പം അള്ളാഹുവിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം അല്ലേ. പിന്നെ അപ്പം വല്ലാഹി എന്നേ സത്യം ചെയ്യാവൂ എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇവിടെ ഖുർആനെ സത്യം ചെയ്യാവോ? അല്ലാത്തൊരു ഒബ്ജക്റ്റ് അല്ലേ അള്ളാഹ്ക്കിപ്പോൾ എന്തിനു സത്യം ചെയ്യാം? ഇവിടുത്തെ വിഷയം അതല്ല. അള്ളാഹ് ശംസി വളുഹാഹ, അള്ളാഹിൻ്റെ സൃഷ്ടികളെല്ലാം സത്യം ചെയ്യാം. നമുക്ക് അള്ളാഹിനെ മാത്രമേ സത്യം ചെയ്യാവൂ. അപ്പോൾ ഖുർആനെ സത്യം ചെയ്യാവോ? ചെയ്യാവോ? ഏതുകൂടിയോ? അങ്ങനെ ഖുർആൻ തൊട്ട് സത്യം കോടതിയിലൊക്കെ സത്യം ചെയ്തിട്ട് നമ്മൾ സത്യപ്രതിജ്ഞ ഖുർആൻ തൊട്ടില്ലേ ചെയ്യാം. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അഖീദ. ഓക്കെ, ഖുർആൻ എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തിലേക്കാണ് ചേർക്കുക, കലാമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അല്ലയാണ്. ഖുർആൻ സത്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. അതിന് മാത്രമേ വേറെ ഒരു സ്ഥലത്ത് ഇത് പ്രയോഗിച്ചൂടെ. ഖുർആൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ കലാമാണ്. അത് അള്ളാഹുവിൻ്റെ സിഫത്തിലേക്കാണ് അത് ചേർക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഒരാൾക്ക് ഖുർആൻ ഇപ്പം കോടതിയിലൊക്കെ ഖുർആനെതിരെ സത്യം ചെയ്യാൻ, സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെ ഖുർആൻ അള്ളാഹിനെ സത്യം ചെയ്ത് നടത്തും, അർത്ഥം. അപ്പോൾ അതാവാം. അത് നമ്മൾ പൊതുവായി പഠിച്ചിലാക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ നമ്മൾ ഇപ്പോൾ മുഹമ്മദ് ആരോ ഉത്തരം പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു പോകണ്ട. കാരണം ഇപ്പം മനസ്സിലായില്ലേ അല്ലേ? അപ്പം ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടി, അള്ളാഹു അല്ലാത്ത ഒന്നിനെയും സത്യം ചെയ്യാൻ പാടില്ലെന്നാണ്. മൻ ഹലഫ ബിഗൈരില്ലാഹി ഫഖദ് അശ്റക. അള്ളാഹ് അല്ലാതെ എന്തിനെ സത്യം ചെയ്താലും ശിർക്കാണ്. അപ്പോൾ ആ ഒരു സന്ദേശത്തിൽ നിന്നാണ് ഉടനെ ഉത്തരം പറഞ്ഞതെന്ന്. ഖുർആൻ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മനസ്സിലാക്കുക, ഖുർആൻ എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലേക്കാണ് ചേർക്കുക. അപ്പോൾ അള്ളയാണത്. അതായത് യാ റഹ്മാൻ എന്ന് സത്യം ചെയ്യുന്ന പോലെ റഹ്മാനായവനെ ഞാൻ സത്യം ചെയ്യും, അള്ളാഹിൻ്റെ ഒരു ഗുണവിശേഷണമാണല്ലോ. അല്ല ജബ്ബാറായവനെ സത്യം ചെയ്യുന്നു എന്ന് പറയുന്ന അള്ളാഹിൻ്റെ ഗുണവിശേഷണം പറയുന്ന മാതിരിയാണ് ഖുർആനെ സത്യം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്ന രൂപം എന്താണ്? അള്ളാഹിനെ തന്നെ സത്യം ചെയ്തതായിട്ട് ആയത്തിലുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് സത്യം ചെയ്തു. കാരണം അള്ളാഹു സത്യം ചെയ്യുന്നതിനാ വലിയ സത്യം ചെയ്യാന്നുള്ള പ്രമേയം എന്താണ്? ഇതാ ഞാൻ വലിയൊരു കാര്യം പറയാനോട്ട് ബോധ്യപ്പെടുത്താനാണ്. ബോധ്യപ്പെടുത്താനല്ലേ, നമ്മളെ ഇന്നസെൻസ് ബോധ്യപ്പെടുത്താനാണ്. നമ്മൾ എന്താ ചെയ്യുക? എല്ലാം അറിയുന്ന, നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും അധികാരമുള്ള പടച്ചെന്ന് വരാനും മുൻനിർത്തി ഞാനിതാ, നിങ്ങൾക്ക് ആരും എൻ്റെ അടുത്തൊരു തെളിവും തരാനില്ല, അതുകൊണ്ട് ഇതാ ഞാൻ അള്ളാഹുവിനെ മുൻനിർത്തിയിരിക്കും. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അള്ളാഹുവിനെ ശിക്ഷിക്കും എന്ന ബോധ്യത്തോടു കൂടി ഞാൻ അള്ളാഹുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മളുടെ ഇന്നസെൻസി സ്ഥാപിക്കുന്നു. അള്ളാഹുവിനെ ഇന്നസെൻസ് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു വാദിക്കുന്ന ആളുകളെ, അവർക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഗൗരവത്തിൽ കാര്യങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹിൻ്റെ കസമ്പുകൾ കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ട ആൾക്കാർ വശംസു വദുആഹ വൽ ഖമരി ഇദാ തലാഹ, അങ്ങനെ അഞ്ചെട്ടെണ്ണത്തിന് ഒന്നായി സാധിച്ചു. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. ഇതെല്ലാം സത്യം, ഇതിനൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആര് ആ മനസ്സിനെ ശുദ്ധീകരിച്ചുവോ സംസ്കരിച്ചുവോ അവൻ ജയിച്ചു, ആര് അത് മലീമസമാക്കിയോ പരാജയപ്പെട്ടു. ആ സ്റ്റേറ്റ്മെൻറ്റ് വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് പറയാൻ, ആ സന്ദേശം പറയാനാണ് 6 അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സത്യം ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു സത്യം ചെയ്യുന്നവരും ഒരു വലിയൊരു കാര്യം പറയാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വൽ ഖുർആനിൽ ഹകീം, എന്താ അതിൻ്റെ അർത്ഥം? ഹക്കീമായ ഖുർആൻ. ഇവിടെ ഉണ്ട് അർത്ഥം.
എന്താണ് ഹക്കീം? വാവ് സത്യം എന്ന് പറഞ്ഞു. അൽ ഖുർആൻ, ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വായിക്കും. ഖറഅ യഖ്റഉ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണം. അൽ ഹക്കീം, എന്താ ഹക്കീം? ഹിക്മത്തുള്ള, തത്വാധിഷ്ഠിതമായ, വിജ്ഞാനപൂർണം എന്നൊക്കെ കാണുന്ന അർത്ഥമല്ലേ. ഹിക്മത്ത് നിറഞ്ഞ, വിജ്ഞാനപൂർണമായ ഖുർആൻ തന്നെയാണ് സത്യം. വൽ ഖുർആനിൽ ഹക്കീം. അപ്പോൾ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. ഇതിനെന്താ സ്റ്റേറ്റ്മെൻ്റ്? എന്താ അടുത്തത്? ഖസമിൻ്റെ ജവാബ് എന്നാ പറയാൻ. ഖസമ് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരും. അതൊരു പ്രധാന മെസ്സേജ് ആയിരിക്കും. അതിൻ്റെ ഉത്തരം, ഖസമിൻ്റെ ഉത്തരം, ജവാബ് എന്ന് പറയും. എന്താ സ്റ്റേറ്റ്മെൻറ്റ്? ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ഒന്ന് ഇവിടെയും കൂടി നോക്കണേ, എഴുതിയത്. അതായത് പദത്തിൻ്റെ കൃത്യമായ ബ്രേക്ക് ഡൗൺസ് ഉണ്ട് അവിടെ. ഇവിടെയും ഖുർആനിൽ നോക്കാം. പദവും അവിടെ നിന്ന് നോക്കിയിട്ട് അതിൽ ഇതിൻ്റെ നോക്കാം. ഇന്ന തീർച്ചയായും, ക നീ, അതാണ് ഇന്നക്കായത്. തീർച്ചയായും നീ. ആരോടാ അല്ലാഹ് പറയുന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇന്നക ഇല്ല, പിന്നെ ഇല്ല, എന്തല്ല, തീർച്ചയായും ല, തക്കീത്. അപ്പോൾ എത്ര തക്കീതായി? ഇന്നെന്ന് പറഞ്ഞാൽ തീർച്ചയാണ്, പിന്നെയും ഒരു തക്കീത്, അതായത് തന്നെ തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഇന്നക ലമിനൽ, മിനൽ, മിനൽ ഉൾപ്പെട്ടവൻ, മിന ഫ്രം, ഉള്ളത്, ഉൾപ്പെട്ടത് എന്നർത്ഥം. ഇന്നക ലമിനൽ മുർസലീൻ, നീ അല്ലെങ്കിൽ താങ്കൾ ദൈവദൂതന്മാരിൽ. മുർസൽ എന്ന് പറഞ്ഞാ മുർസലീൻ, മുർസലീങ്ങൾ, ദൈവദൂതന്മാരിൽ, റസൂലുകളിൽ പെട്ട ആൾ തന്നെയാണ്. എന്താ കാര്യം? റസൂലുള്ളാഹിന്റെ പ്രവാചകത്വം സ്വീകരിക്കാൻ, അംഗീകരിക്കാൻ മക്ക കുഫാറുകൾ തയ്യാറാവുന്നില്ല. ആ റിസാലത്ത് സ്വീകരിക്കാൻ കാഫിറുകൾ തയ്യാറാവുന്നില്ല. അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും റസൂലുള്ളാഹിക്ക് ആളുകളോടുള്ള ഇഷ്ടം, മനുഷ്യരോടുള്ള ഇഷ്ടം വല്ലാതെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ അവർ അംഗീകരിക്കാത്തതുകൊണ്ടും ഉൾക്കൊള്ളാത്തതുകൊണ്ടും സ്വീകരിക്കാത്തതുകൊണ്ടും മനസ്സിന് ഭയങ്കര വിഷമമാണ്. ആ അവസ്ഥയിൽ പ്രവാചകന് മോറലായിട്ട് ഒരു സപ്പോർട്ട് ലഭിക്കാൻ, ഒരു ധൈര്യം, ബോധ്യം നൽകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ പ്രവാചകന്മാരിൽ പെട്ടവൻ തന്നെയാകുന്നു, ഇന്നക ലമിനൽ മുർസലീൻ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം നിർത്തും. അലാ സിറാത്തിൻ മുസ്തഖീം, അലാ സിറാത്തിൻ മുസ്തഖീം എന്താണ്? അതതിൻ്റെ തുടർച്ചയാ. ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം. അലാ സിറാത്ത്, അലാ ഓക്കെ, സിറാത്ത് മാർഗം, പാത ഒക്കെ അർത്ഥം. മുസ്തഖീം ചൊവ്വായ. ഓക്കെ, അലാ സിറാത്തിൻ മുസ്തഖീം, താങ്കൾ ചൊവ്വായ പാതയിലുള്ള മുർസലീങ്ങളിൽപ്പെട്ട എൻ്റെ നേർമാർഗത്തിലേക്ക് പ്രവാചകന്മാരായി അയച്ചിട്ടുള്ള പ്രവാചകന്മാരിൽപ്പെട്ട ആൾ തന്നെയാകുന്നു താങ്കൾ എന്ന് അല്ലാഹു
സത്യം ചെയ്തുകൊണ്ട് ആ ഖുർആനെ മുൻനിർത്തി. ഖുർആനിൽ തന്നെ ഒരുപാട് ഇജാസുകളുണ്ട്, മുഅ്ജിസത്തുകളുണ്ട്. ആ മക്കത്തുള്ള ആളുകൾ, സാഹിത്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾക്ക് ഈ ഖുർആൻ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത ഉണ്ട്. ഇത് കേൾക്കുന്നവർ ഇതിലേക്ക് ഒട്ടിപ്പോകുന്ന. അപ്പം ഇത് അവതരിപ്പിക്കുന്ന റസൂലുള്ളാഹിനെ ഭേദ്യം ചെയ്യാനും കൊല്ലാനും ഈ വെല്ലുവിളി, ഖുർആൻ നടത്തുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ കൊണ്ടുവരാനുള്ള അവസ്ഥയൊന്നും അവർക്ക് സാധ്യമല്ലാത്ത സംഗതിയാണ്. പക്ഷേ ഇത് കേട്ടാൽ ആളുകളിലേക്ക് സ്വാധീനം ചെലുത്തുന്നുള്ളതുകൊണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഇവരെടുക്കുന്നത്. വൽഗൗ ഫീഹി എന്നാണ്. അത് ആളുകളെ ഇത് കേൾക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വന്ന് മാർക്കറ്റിൽ ഓതുമ്പോൾ അത് ആളുകൾക്ക് ഓതിക്കൊടുക്കുമ്പോൾ അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ വിട്ടിട്ട് ബഹളം ഉണ്ടാക്കുക. കേൾക്കുന്നവർ ഇതിലേക്ക് ഒട്ടുക. അപ്പം ആ ഖുർആനെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം. ഇത് പറഞ്ഞ് നമ്മളാണ് നിർത്തും. തൻസീൽ എന്ന് പറഞ്ഞത് ഇറക്കപ്പെട്ടത്, അവതരിക്കപ്പെട്ടത്. തൻസീൽ. അൽ അസീസ് പ്രതാപശാലി, ഇസ്സത്തുള്ളവൻ. അർ റഹീം കരുണാനിധി. റഹീം. അപ്പം പ്രതാപശാലിയും കരുണാനിധിയുമായവനിൽ നിന്ന് അവതരിപ്പിച്ചതാണ്, അല്ലെങ്കിൽ കരുണാനിധിയുമായവൻ അവതരിപ്പിച്ച ഈ ഗ്രന്ഥം. തൻസീലൽ അസീസിർ റഹീം. ഇതും ആയത്തിൻ്റെ തുടർച്ചയാണ്. വഖഫുഡ് എന്നുള്ളതാണ് ഈ ആയത്ത് തുടർച്ചയാണ്, കണ്ടിന്യൂഷനാണ്. അതായത് ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൻ മുസ്തഖീമിൻ തൻസീലൽ അസീസിർ റഹീം. അള്ളാഹുവിങ്കിൽ നിന്നുള്ള കാരുണ്യവാനായ പ്രതാപശാലിയായ അള്ളാഹുവിൻ്റെ അവതരണമാകുന്നു ആ ഖുർആൻ. അപ്പം അങ്ങനെ അവതരിപ്പിച്ച ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, താങ്കളാകുന്നു പ്രവാചകന്മാരിൽപ്പെട്ട പ്രവാചകൻ തന്നെയാകുന്നു. എന്താണ് പ്രവാചക ദൗത്യം എന്നാണ് അടുത്ത ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലിതുൻദിറ തുടങ്ങിയിട്ട് പറയാനുള്ളത് നമ്മൾ തൽക്കാലം നിർത്താം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നേരത്തെ നിശ്ചയിച്ച പോലെ 8 മണിക്ക് തന്നെ ക്ലാസ് അങ്ങ് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ധൃതിപ്പെട്ട് വരിക. നമുക്ക് കൃത്യത്തിൽ തന്നെ 9 മണിയാകുമ്പോൾ ക്ലാസ് അവസാനിക്കാം. 9:30 മണിയാകുമ്പോഴത്തെ നമുക്ക് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഓക്കെ, ഫജസാക്കുമുല്ലാഹു ഖൈറൻ. അള്ളാഹു നമ്മളിൽ നിന്നും ഈ ശ്രമം സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബി സിദ്നാ ഇൽമ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.